എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ക്രീം കേക്കുകളിലെ പൊതുവെ രണ്ട് തരം ക്രീമുകളാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഒന്ന് പണ്ട് മുതലേയുള്ള ബട്ടർ ക്രീമും മറ്റൊന്ന് ഇപ്പോഴത്തെ ക്രീം കേക്കുകളിൽ കാണുന്ന വിവിധതരം കമ്പനികളുടെ ഫ്രഷ് ക്രീമുമാണ്. ബട്ടർ ക്രീമുകൾ തന്നെ പലതരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ബട്ടർ ക്രീമുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ എല്ലാം റെസിപ്പികളും അളവുകളോട് കൂടിയും ഞാനിവിടെ ഷെയർ ചെയ്യാം. ഒന്നാമതായി ഇറ്റാലിയൻ ബട്ടർ ക്രീമാണ്. മുട്ടയുടെ വെള്ള അടിച്ച് പതപ്പിച്ച് അതിലേക്ക് തിളപ്പിച്ചാറ്റിയെടുത്ത പഞ്ചസാര പാനി ഒഴിച്ചുണ്ടാക്കുന്ന ഇറ്റാലിയൻ മെറിങ്ങിലേക്ക് സോഫ്റ്റായ അൺസോൾട്ടഡ് ബട്ടർ ചേർത്താണ് ഇറ്റാലിയൻ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. രണ്ടാമത്തേത് സ്വിസ് ബട്ടർ ക്രീമാണ്. മുട്ട വെള്ളയിലേക്ക് കാസ്റ്റർ ഷുഗർ അഥവാ തരി പഞ്ചസാര ചേർത്ത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ മറ്റൊരു പാത്രത്തിൽ ഈ മിക്സ് വെച്ച്, അതായത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ സാവധാനം പഞ്ചസാര മുട്ടവെള്ളയിൽ അലിഞ്ഞു ചേരുന്നവരെ മിക്സ് ചെയ്യുക. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഈ മിക്സ് മെഷീനിലിട്ട് അടിച്ച് പതപ്പിച്ച് മെറിങ് ആക്കി അതിലേക്ക് സോഫ്റ്റ് ബട്ടറും വാനില എസൻസും ചേർത്തെടുത്താണ് സ്വിസ് ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. മൂന്നാമത്തത് ഫ്രഞ്ച് ബട്ടർ ക്രീമാണ്. മറ്റ് ബട്ടർ ക്രീമുകളിൽ നിന്നും വ്യത്യസ്തമായി ഫ്രഞ്ച് ബട്ടർ ക്രീമിൽ മുട്ടയുടെ ഉണ്ണിയാണ് ഉപയോഗിക്കുന്നത്. മുട്ടയുടെ ഉണ്ണി അടിച്ചു പതപ്പിച്ച് അതിലേക്ക് തിളപ്പിച്ചെടുത്ത പഞ്ചസാര പാനി തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചു പതപ്പിച്ച് ക്രീം പരുവത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് സോഫ്റ്റ് ബട്ടർ ചേർത്താണ് ഈ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. നാലാമതായി അമേരിക്കൻ ബട്ടർ ക്രീമാണ്. ഇതിൽ മുട്ട ചേർക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മെഷീനിൽ ഇട്ട് അടിച്ച് ക്രീം പരുവത്തിലാക്കിയ ബട്ടറിലേക്ക് ഐസിങ് ഷുഗർ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് ക്രീം പരുവത്തിലാക്കിയതിന് ശേഷം അതിൽ ആവശ്യത്തിന് എസൻസും അല്പം പാലും ചേർത്താണ് അമേരിക്കൻ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. അഞ്ചാമതായി റഷ്യൻ ബട്ടർ ക്രീമാണ്. മെഷീനിലിട്ട് അടിച്ച് സോഫ്റ്റ് ആക്കി പിന്നെയും മിക്സ് ചെയ്ത് ക്രീം പരുവത്തിലാക്കിയ ബട്ടറിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് ക്രീം പരുവത്തിലാക്കി ഇതിലേക്ക് വാനില എസൻസും അല്പം ഉപ്പും ചേർത്താണ് റഷ്യൻ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. ആറാമതായി ജർമ്മൻ ബട്ടർ ക്രീമാണ്. ചൂടാക്കിയ പാലും മുട്ടയുടെ ഉണ്ണിയും പഞ്ചസാരയും കോൺഫ്ലവറും ഉപ്പും ചേർത്ത് ചെറിയ ചൂടിൽ കസ്റ്റാർഡ് തയ്യാറാക്കി മാറ്റി വെക്കുക. കസ്റ്റാർഡ് തണുത്ത് റൂം ടെമ്പറേച്ചറിലാകുമ്പോൾ അതിലേക്ക് അടിച്ച് ക്രീം പരുവത്തിലാക്കിയ ബട്ടർ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുത്താണ് ജർമ്മൻ ബട്ടർ ക്രീം തയ്യാറാക്കുന്നത്. എന്തൊക്കെ ബട്ടർ ക്രീമുകളാണല്ലേ! ഇനിയും പറയാനാണെങ്കിൽ കൊറിയൻ ബട്ടർ ക്രീമും എർമിൻ ബട്ടർ ക്രീമും ഇംഗ്ലീഷ് ബട്ടർ ക്രീമും ഒക്കെയുണ്ട് കേട്ടോ. ഇത്തരം റെസിപ്പികളും അറിവുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുമല്ലോ. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പേജുകൾ ഫോളോ ചെയ്യുവാനും മറക്കല്ലേ. എല്ലാവരിലേക്കും സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ഷെഫ് എമിൽ ഫിലിപ്പ്.